Hi dears, welcome to A Dream BCom online class. Today we are discussing BCOS 185 Entrepreneurship. It's Block 4, Unit 4, Family Businesses in India. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു ഡെവലപ്പിംഗ് നാഷൻ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ബിസിനസ് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ പുതിയ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. എങ്കിൽ കൂടിയും പ്രൊമിനൻ്റ് ആയി നിൽക്കുന്ന ഒരുപാട് ഫാമിലി ബിസിനസ്സുകളുണ്ട്. ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ഫാമിലിയിലുള്ള രണ്ടോ അതിലധികമോ മെമ്പേഴ്സ് ആയിരിക്കും ആ ബിസിനസ്സിലെ മേജർ ഓണർഷിപ്പും അതുപോലെ മാനേജ്മെൻറ്റ് കൺട്രോളും എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫാമിലി ബിസിനസ്സുകൾ ഇന്ത്യയുടെ ഇക്കോണമിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. നമ്മളുടെ CIIയുടെ അഭിപ്രായത്തിൽ, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഫാമിലി ബിസിനസ് കോൺട്രിബ്യൂട്ട് അറൌണ്ട് 60 to 70% ടു അവർ GDP. നമ്മളുടെ GDPയിലേക്ക് ഏകദേശം 60% മുതൽ 70% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്തരം ഫാമിലി ബിസിനസ്സുകളാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ CIIക്കുള്ളത്. കാരണം അത്രയും കോൺട്രിബ്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാൻഡമിക് സീസണൊക്കെ വന്നപ്പോൾ COVID-19 ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞതാണ് എത്രയോ സേവനങ്ങൾ ഇത്തരം ഫാമിലി ബിസിനസ് ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു നോർമൽ കിരാന സ്റ്റോർ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വരെ ഫാമിലി ബിസിനസ്സിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മൾക്കിപ്പോൾ ഒരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായി പറയുന്നത് 2 or more ഫാമിലി മെമ്പേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ആ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലും കൺട്രോളിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 അതിലധികമോ ആളുകൾ എവിടെ നിന്നുള്ളവരായിരിക്കും? ഒരു സെയിം ഫാമിലിയിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ സെയിം ഫാമിലി എന്ന് പറയുമ്പോൾ ഇവരുടെ റിലേഷൻ എന്ന് പറയുന്നത് അത് ബ്ലഡ് റിലേഷൻ ആയിരിക്കാം, മാരേജിലൂടെ ഫാമിലി മെമ്പർ ആയതായിരിക്കാം, അതല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ് ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. രണ്ടാമതായി പറയുന്നത് മൾട്ടി ജനറേഷണൽ ഡയമെൻഷൻ ആണ്. ഫാമിലി ബിസിനസ്സിൽ എല്ലായ്പ്പോഴും ഒന്നിലധികം ജനറേഷൻസ് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓൺട്രപ്രണർ ഒരു ബിസിനസ് പുതിയതായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തോടു കൂടി അത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതൊരിക്കലും ഫാമിലി ബിസിനസ് ആകുന്നില്ല. തൊട്ടടുത്ത ജനറേഷൻ കൂടി അതിൽ ഇൻവോൾവ്ഡ് ആവുകയും തലമുറകളിലേക്ക് ഇത് പടർന്നുകൊണ്ടിരിക്കുക, അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ അവരുടെ ഫാമിലി ബിസിനസ് എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനേഷൻ ആരും നൽകിയിട്ടില്ല. ഒരുപാട് ഓതേഴ്സ് അതിൻ്റെ ഓരോ പേഴ്സ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഫാമിലി ബിസിനസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ഫാമിലി ഓൺഡ് ഓർ ഫാമിലി കൺട്രോൾഡ്, ഫാമിലി മാനേജ്ഡ് ഓർ ഫാമിലി ബിസിനസ് ഹൗസസ് ഓർ ഇൻഡസ്ട്രിയൽ ഹൗസസ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമ്മൾക്കതിനെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ 1996 പ്രശസ്ത റിസർച്ചേഴ്സ് ആയിട്ടുള്ള ശർമ്മ, ക്രിസ്മാൻ ആൻഡ് ഷുവ അവർ ഈ ഫാമിലി ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻസിനെ ഒരു 3 കാറ്റഗറി ആയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 3 രീതിയിലുള്ള അതിൻ്റെ കൺസെപ്റ്റ് വിശദീകരിക്കുന്ന ഡെഫിനേഷൻസ്. ഒന്ന് ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ഡെഫിനേഷൻ, സെക്കൻഡ് വൺ ജനറേഷണൽ ട്രാൻസ്ഫർ ഫോക്കസ്ഡ് ഡെഫിനേഷൻ, തേർഡ് വൺ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡെഫിനേഷൻ. അങ്ങനെ 3 ബേസ് ചെയ്തുകൊണ്ടുള്ള ഡെഫിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ റിസർച്ചിൽ അവർ 1996 ഒരു റിവ്യൂ ആണ് നടത്തിയിട്ടുള്ളത് ഫാമിലി ബിസിനസ് ലിറ്ററേച്ചറിനെ കുറിച്ച്. ആ ബുക്കിൻ്റെ പേരാണ് എ റിവ്യൂ ആൻഡ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി ഓഫ് ഫാമിലി ബിസിനസ് സ്റ്റഡീസ്. ബോസ്റ്റണിലാണ് അവരത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാ? ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ഡെഫിനേഷൻ. 1975 ബാരി ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്.
an enterprise which in practice is controlled by the members of a single family is termed as a family business. അപ്പോൾ അക്കോർഡിംഗ് ടു ബാരി, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ എന്താണ് ഫാമിലി ബിസിനസ്? ഏതെങ്കിലും ഒരു ബിസിനസ് എൻ്റർപ്രൈസ് അതിൻ്റെ ഓണർഷിപ്പും കൺട്രോളും ഒരു സിംഗിൾ ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിൽ ആ ബിസിനസ്സിനെ ഫാമിലി ബിസിനസ് എന്ന് പറയാം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. 1985 ഡേവിസ് ആൻഡ് ടാഗരി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ബിസിനസ് ഇൻ വിച്ച് 2 or more extended family members influence the direction of the business. നമ്മുടെ ബിസിനസ് ഏത് ഗോളിലേക്ക് പോകണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഗതി നിർണ്ണയിക്കുന്നത് ആ വ്യക്തികൾ, അതായത് അവർ 1-2 ആളുകൾ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരാണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ ഫാമിലി ബിസിനസ് എന്ന് പറയാം. അതായത് ബിസിനസ് ഡിറക്ഷൻ തീരുമാനിക്കുന്നത് അവരായിരിക്കും. അങ്ങനെ ഓരോരുത്തരും മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത് തന്ന ഡെഫിനേഷനാണ് ഫസ്റ്റ് കാറ്റഗറിയിലുള്ളത്. മൂന്നാമതായിട്ട് അതിൽ പറയുന്നുണ്ട് ഇൻ വിച്ച് മോർ ദാൻ 50% ഓഫ് ദ വോട്ടിംഗ് ഷെയർസ്, 50% വോട്ടിംഗ് പവേഴ്സും ഒരു ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സിലാണ് വെസ്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ ഫാമിലി ബിസിനസ് എന്ന് പറയാം. ദെൻ രണ്ടാമത്തെ കാറ്റഗറി, അങ്ങനെ ഒരു 3-4 ഡെഫിനേഷൻസ് ആണ് ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് ഫോക്കസ്ഡ് ഡെഫിനേഷൻസിലുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നിങ്ങൾ പഠിക്കാം. ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോ ഡെഫിനേഷൻ വെച്ചെങ്കിലും പഠിച്ചു വയ്ക്കാം. ദെൻ ജനറേഷണൽ ട്രാൻസ്ഫേഴ്സ് ഫോക്കസ്ഡ് ഡെഫിനേഷനിൽ എന്താ പറയുന്നത്? 1987 ചർച്ചിൽ ആൻഡ് ഹാറ്റൺ അവരാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദെയർ വ്യൂ പോയിന്റ്, വാട്ട് ഈസ് യൂഷ്വലി മെന്റ് ബൈ ഫാമിലി ബിസിനസ് ഈസ് either the occurrence of the anticipation that a younger family member has or will assume control of the business from the elder. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ പറയുന്നത് നമ്മളൊരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന ഒരു കുടുംബാംഗത്തിൽ നിന്ന് ഇളം തലമുറയിലുള്ള, അതായത് ചെറുപ്പക്കാരനായ വേറൊരു ഫാമിലി മെമ്പർ ഈ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ജനറേഷൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരിക്കും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മകനായിരിക്കും, അല്ലെങ്കിൽ മരുമകനായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത തലമുറയാണ് കൺട്രോൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ അവിടെ ഉണ്ട്. അത്തരം ബിസിനസ്സുകളാണ് ഫാമിലി ബിസിനസ്. 1987 വാർഡ് വേറൊരു അഭിപ്രായം പറയുന്നുണ്ട്, എ ബിസിനസ് ദാറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ഫോർ ദ ഫാമിലീസ് നെക്സ്റ്റ് ജനറേഷൻ ടു മാനേജ് ആൻഡ് കൺട്രോൾ. അത് തന്നെയാണ് ആശയം, ഇത് തന്നെയാണ്. ഏത് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ആണോ തൊട്ടടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഓണർഷിപ്പ് മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്ത ഡെഫിനേഷൻ, രണ്ടാമത് നമ്മൾ ഈ ജനറേഷണൽ ട്രാൻസ്ഫറിനെ ഫോക്കസ് ചെയ്ത്, ഇനി മൂന്നാമതായി പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ്. ഒന്നിലധികം കണ്ടീഷൻസ് ആണ് അതിൽ പറയുന്നത്. അത് ആർ.ജെ. ഡൊണോളിയാണ് 1964 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ കമ്പനി ഈസ് കൺസിഡേർഡ് ആസ് എ ഫാമിലി ബിസിനസ് വെൻ ഇറ്റ് ഹാസ് ബീൻ ക്ലോസ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് at least 2 generations of family and when this link has had a mutual influence on company policy and on the interest and objectives of the family. അതായത് ഇവരുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഒരു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് അതിൽ ചുരുങ്ങിയത് 2 തലമുറകളെങ്കിലും ആ ബിസിനസ്സിൻ്റെ ഭരണത്തിലും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും ഇൻവോൾവ്ഡ് ആയിരിക്കണം. അതുപോലെ കമ്പനിയുടെ പോളിസിയിൽ അവർക്ക് നല്ല സ്വാധീനം ഉണ്ടായിരിക്കണം. അതേപോലെ 1994 എസ്ട്രാച്ചൻ ആൻഡ് കൊളൻകോ അവരൊരു ഡെഫിനേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ? ഫാമിലി ഓണർഷിപ്പ് ഓഫ് മോർ ദാൻ 50% ഓഫ് ദ ബിസിനസ് ഇൻ പ്രൈവറ്റ് ഫേംസ്. ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 50%-ലധികം ഏതെങ്കിലും പ്രൈവറ്റ് ഫേംസിൽ ഓർ മോർ ദാൻ 10% ഓഫ് ദ സ്റ്റോക്ക് ഇൻ പബ്ലിക് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിൽ 50%-ലധികം ഓണർഷിപ്പ്, പബ്ലിക് കമ്പനീസിലാണെങ്കിൽ 10% സ്റ്റോക്കിൻ്റെ ഹോൾഡിങ് എല്ലാം ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ. അതുപോലെ തന്നെ മോർ ദാൻ 1 ഫാമിലി മെമ്പർ വർക്ക്സ് ഇൻ ദ ബിസിനസ്. ഒരാളിലധികം വ്യക്തികൾ ഒരു കുടുംബത്തിൽ നിന്ന് ആ ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഓണർ ആൻറ്റിസിപ്പേറ്റ്സ്
പാസിംഗ് ദ ബിസിനസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ആ ബിസിനസ്സിൻ്റെ ഓണർ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്? ഇതിൻ്റെ ഓണർഷിപ്പ് തൊട്ടടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണർ ഐഡൻറ്റിഫൈസ് ദ ഫേം ആസ് എ ഫാമിലി ബിസിനസ്. അതായത് പ്രൈവറ്റ് ഫേം ആണെങ്കിൽ അതിൽ 50%-ലധികം വോട്ടിംഗ് പവർ ഒരു ഫാമിലിക്കാവാം. അല്ല പബ്ലിക് കമ്പനി ആണെങ്കിൽ 10% സ്റ്റോക്ക് ഹോൾഡിംഗ് ഒരു ഫാമിലിക്കാവാം. ആ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ഓണറിൽ നിന്ന് തൊട്ടടുത്ത ജനറേഷനിലേക്ക് ഓണർഷിപ്പ് പാസ് ചെയ്യും എന്നുള്ള ഒരാശയം. അതായത് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ. അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ആണെങ്കിൽ നമ്മൾക്ക് ആ ബിസിനസ്സിനെ എന്ത് വിളിക്കാം? ആ ഓണർക്ക് അത് എന്തായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം? അവരുടെ ഫാമിലി ബിസിനസ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് അസ്ട്രാച്ചൻ ആൻഡ് കൊളൻകോ 1994 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡെഫിനേഷനെ നമ്മൾ എർണസ്റ്റോ ജെ പോസ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ബുക്ക് ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന ബുക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളിപ്പോൾ ആസ്ട്രാച്ചൻ്റെ ഒക്കെ ഡെഫിനേഷൻ പറഞ്ഞു, അതിലത്തെ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ എർണസ്റ്റോ പി ജെ പോസ എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഓണർഷിപ്പ് കൺട്രോൾ ബൈ 2 or more മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓർ എ പാർട്ട്ണർഷിപ്പ് ഓഫ് ഫാമിലീസ്. ഓണർഷിപ്പ് ആരിലായിരിക്കും വെസ്റ്റഡ് ആയിട്ടുള്ളത്? 2 or അതിലധികമോ ഫാമിലി മെമ്പേഴ്സിൽ. രണ്ടാമത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഫീച്ചർ എന്താ പറയുന്നത്? സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ബൈ ഫാമിലി മെമ്പേഴ്സ് ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേം. സ്ഥാപനത്തിൻ്റെ ഭരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം ആ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. മൂന്നാമതായി പറയുന്നത് കൺസേൺ ഫോർ ഫാമിലി റിലേഷൻഷിപ്പ്. ഇവർക്ക് ഈ ബിസിനസ്സിൻ്റെ പുരോഗതിയോടൊപ്പം തന്നെ ആ ഫാമിലി റിലേഷൻഷിപ്പിലും കൃത്യമായിട്ടുള്ള കൺസേൺ ഉണ്ടായിരിക്കും. ദെൻ ദ ഡ്രീം ഓഫ് കണ്ടിന്യൂറ്റി അക്രോസ് ജനറേഷൻസ്. അവരിൽ എല്ലായ്പ്പോഴും ഒരു സ്വപ്നം നിലനിൽക്കുന്നുണ്ടാവും. എന്താണത്? നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ആശയമാണ് ഓണേഴ്സിൻ്റെ ഉള്ളിലുണ്ടാവുക. ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നമ്മൾക്ക് എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം? ഒരു ഫാമിലി ബിസിനസ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഡെഫിനിഷൻസിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒരു ഫാമിലി ബിസിനസ് എന്നുള്ളതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അതിൻ്റെ മാനേജ്മെൻറ്റും ഓണർഷിപ്പും എല്ലാം ചുരുങ്ങിയത് ഒരു ഫാമിലിയിലെ 2 or അതിലധികമോ മെമ്പേഴ്സിൻ്റെ കയ്യിൽ, മിനിമം 2 members അതിലധികമോ മെമ്പേഴ്സിൻ്റെ കയ്യിൽ വെസ്റ്റഡ് ആയിരിക്കും. ആ കമ്പനിയുടെ മാനേജ്മെൻറ്റും അവിടെയുള്ള എല്ലാ സ്ട്രാറ്റജികളും അവകാശങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ആ ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അവർ എന്ത് ചെയ്യുന്നു? ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ട്രാൻസ്ഫേഴ്സ് ദെയർ ഓണർഷിപ്പ് റൈറ്റ് ടു ദെയർ ഹെയേഴ്സ്. ആ ഓണർമാർ അവരുടെ ഉടമസ്ഥാവകാശം തൊട്ടടുത്ത തലമുറകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ നമ്മൾക്ക് എന്തായിട്ട് പറയാം? ഫാമിലി ബിസിനസ് എന്ന് പറയാം. അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു കിരാന സ്റ്റോർ മുതൽ MNC വരെ ഹാൻഡിൽ ചെയ്യുന്ന ഫാമിലി ബിസിനസ്സുകളുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ബിസിനസ്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന, അപ്പോൾ നമ്മൾ പറഞ്ഞു കിരാന സ്റ്റോർ മുതൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വരെ ഫാമിലി ബിസിനസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള ഫാമിലി ബിസിനസ്സുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി വരുന്നത് ഓണർഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് നോക്കി എല്ലാറ്റിലും നമ്മൾ എന്താ പറയുന്നത്? ദ ഓണർഷിപ്പ് ഈസ് കൺട്രോൾഡ് ബൈ 2 or more members ഓഫ് എൻ എക്സ്റ്റെൻഡഡ് ഫാമിലി. അതായത് ഏതെങ്കിലും ഒരു ഫാമിലിയിലെ 2 or അതിലധികമോ അംഗങ്ങളായിരിക്കും നമ്മളുടെ ഈ ഫാമിലി ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൻ്റെ മെജോറിറ്റിയും ഹാൻഡിൽ ചെയ്യുന്നത്. ഫുള്ള് എന്ന് നമ്മൾ പറയുന്നില്ല, മെജോറിറ്റി ഓണർഷിപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ദാറ്റ് ഫാമിലി മെമ്പേഴ്സ്. ദെൻ മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെയാണ് അതിൽ ഓണേഴ്സായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മെമ്പർഷിപ്പിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓണർഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നതും പോളിസീസ് ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള
ആ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനുണ്ട്. അപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ടാലൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഫാമിലി ബിസിനസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെല്ലാം സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളുടെ മെമ്പേഴ്സാണ് തീരുമാനിക്കുന്നത്. കാരണം അവരായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ പ്രധാനപ്പെട്ട പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കും. ദെൻ സക്സഷൻ പ്ലാനിങ് ആണ്. എല്ലായ്പ്പോഴും ഒരു ഫൗണ്ടർ തുടങ്ങി വെക്കുന്ന ബിസിനസ് ആ ഫൗണ്ടറുടെ തൊട്ടടുത്ത തലമുറയിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും, അതിൻ്റെ തൊട്ടടുത്ത തലമുറയിലേക്ക്, അങ്ങനെ ജനറേഷൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഓണർഷിപ്പാണ് ഫാമിലി ബിസിനസ്. അപ്പോൾ അവരുടെ പിന്തുടർച്ച അവരുടെ ഹെയേഴ്സിലൂടെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ. പലപ്പോഴും ഫാമിലി ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടർ ആയിരിക്കും. അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാമിലിയൊക്കെ ആയിരിക്കും മിക്കവാറും ആ ഫൗണ്ടർ പൊസിഷനിൽ ഉണ്ടാവുക. പിന്നീട് അദ്ദേഹമായിരിക്കും ചിലപ്പോൾ പുതിയൊരു ആശയമൊക്കെ കൊണ്ടുവന്ന ഒരു ഓൺട്രപ്രണർഷിപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത തലമുറയിലെ ഏറ്റവും ബിസിനസ് നോക്കി നടത്താൻ കഴിയുന്ന ഹെയർ ആരാണോ അവരിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഫാമിലി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും എല്ലായ്പ്പോഴും നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും എല്ലാ മെമ്പേഴ്സും ഈ ഫൗണ്ടറിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഫാമിലിയെ അതിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഈ ഫാമിലി ബിസിനസ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കും. അവരുമായി ചർച്ച ചെയ്തിട്ട് കൂടിയായിരിക്കും ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ചേർന്ന് ഒരു യൂണിഫോംലി ഡിസൈഡഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് അവിടെ നടക്കുന്നത്, തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ആണ്. ദെൻ അഞ്ചാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ലോങ് ടേം ഓറിയൻറ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സക്സഷൻ പ്ലാനിങ് എങ്ങനെയാണ്, തൊട്ടടുത്ത തലമുറ, അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ, അങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുമെന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ് ഫാമിലി ബിസിനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലോങ് ടേമിലേക്കാണ്. വളരെ പെട്ടെന്നൊന്നും അവസാനിക്കുന്നത് പോലെയല്ല, തലമുറകളിലേക്ക് പിന്തുടർന്നു പോകുന്ന രീതിയിലുള്ള ഒരു ലോങ് ടേം ഓറിയൻറ്റേഷനാണ് ഫാമിലി ബിസിനസ്സിൽ ഉള്ളത്. കാരണം അവർ പാസ്റ്റ് പ്ലാനുകളെ കുറിച്ച് വിലയിരുത്തും, പ്രസൻറ്റ് പോളിസീസ് വിലയിരുത്തും, ഫ്യൂച്ചറിൽ എന്ത് മാറ്റം വരുത്തണം എന്നുള്ളത്. എത്ര വിഷമകരമുള്ള തീരുമാനങ്ങളാണെങ്കിലും ഫാമിലി ഒരുമിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാക്കുന്നു. കാരണം അവർ അതിൻ്റെ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ മ്യൂച്വൽ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ പറഞ്ഞു എല്ലാ പൊസിഷനിലും ഇരിക്കുന്നത്, പ്രധാനപ്പെട്ട പൊസിഷനിലൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ തീരുമാനങ്ങളെ എല്ലാ മെമ്പേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പരസ്പരം എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. മൊത്തത്തിലുള്ള ഫാമിലി ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും എല്ലാ ഇൻഡിവിജ്വൽ ഫാമിലി മെമ്പേഴ്സിനുമുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ദെയർ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു എ കോമൺ ഇൻട്രസ്റ്റ്. ദെൻ they are leading their family business. Then അടുത്തതായിട്ട് എന്താ പറയുന്നത്, embedded in cultural values. ഇന്ത്യയിലുള്ള ഫാമിലി ബിസിനസ്സുകളെല്ലാം അവരുടെ ഫാമിലിയുടെ കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണ്. അവരുടെ പോളിസീസ്, അവരുടെ പ്രവർത്തനങ്ങളിലെ വാല്യൂസ് എല്ലാം അവരുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഫാമിലി ഏതൊക്കെ രീതിയിലുള്ള കൺസെപ്റ്റുകളാണോ ഫോളോ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ആ ബിസിനസ്സിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ സാംസ്കാരിക മൂല്യങ്ങൾ തലമുറകളിലൂടെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ലാസ്റ്റിൽ പറയുന്നത് എന്താ, കോൺസെൻട്രേറ്റഡ് സ്ട്രക്ചറാണ്. കോൺസെൻട്രേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ആ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിലെ ചില മെമ്പേഴ്സാണ്. അപ്പോൾ അവരിലേക്ക് അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും പലപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഡയറക്ടേഴ്സായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാമിലി കൺട്രോൾഡ് നാച്ചർ ആയതുകൊണ്ട് തന്നെ ബിസിനസ് ഒരു ഫാസ്റ്റ് മൂവൺ രീതിയിലുള്ള പോളിസി ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ഫാമിലിയിലുള്ളവർ മാത്രമാണ് തീരുമാനമെടുക്കുന്നത്, പുറത്തുനിന്ന് ഒരാളില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയാറുണ്ട്. ഇത്രയുമൊക്കെയാണ് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയുള്ള ഫാമിലി ബിസിനസ്സുകൾ പല രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ? പ്രധാനമായും 3 ടൈപ്പാണുള്ളത്. ഒന്ന്
ഫാമിലി ഓൺഡ് ബിസിനസ്, 2 ഫാമിലി ഓൺഡ് ആൻഡ് മാനേജർ ബിസിനസ്, 3 ഫാമിലി ഓൺഡ് ആൻഡ് ലെഡ് ബിസിനസ്. ഫാമിലി ഓൺഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഓൺഡ് എന്ന് പറയുന്ന ഫീച്ചർ 3 എണ്ണത്തിലും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫാമിലി ഓൺഡ് എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആണോ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൻ്റെ മേജർ പോർഷനും ഹാൻഡിൽ ചെയ്യുന്നത്, ഓണർഷിപ്പിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് വോട്ടിംഗ് പവറാണ് കേട്ടോ. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരംഗമായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ആ ബിസിനസ്സിൽ എന്ത് നടക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് ആ ഫാമിലിയിലെ അംഗങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. അത്തരം ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാമിലി ഓൺഡ് ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് ബാക്കിയുള്ള 3ലും ഇത്, അതായത് ആദ്യത്തേതിൽ ആ ഒരു സെൻറ്റൻസ് പറയുന്നത് ഫാമിലി ഓൺഡ് എന്താ, അത് രണ്ടാമത്തേലും മൂന്നാമത്തേലും അതേപോലെ ആവർത്തിച്ച് വരുന്നുണ്ട്. നോക്കി നോക്കൂ. ഫാമിലി ഓൺഡ് ബിസിനസ് ആർ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഹൂസ് മെജോറിറ്റി വോട്ടിംഗ് ഷെയർസ്, അവരുടെ ആ അധികാരം, അതിൻ്റെ ഭൂരിഭാഗവും ആരുടെ കയ്യിലായിരിക്കും? typically but not necessarily controlled and owned by members of a single extended family. അതിൻ്റെ മെജോറിറ്റി ഓഫ് വോട്ടിംഗ് ഷെയർസും ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ കൈകളിലായിരിക്കും. ഓർ അല്ലെങ്കിൽ എങ്ങനെയാ? വൺ ഫാമിലി മെമ്പർ, ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ കയ്യിലായിരിക്കും. ബട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ മെമ്പേഴ്സ്, ഒരംഗത്തിൻ്റെ കയ്യിലാണെങ്കിലും അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടാവും, മറ്റു മെമ്പേഴ്സിന്. അതാണ് ഫാമിലി ഓൺഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഓണർഷിപ്പ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ചില ബിസിനസ് ഉണ്ടാവും, അതാണ് ഫാമിലി ഓൺഡ് ബിസിനസ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ ഫാമിലി ഓൺഡ് പ്ലസ് മാനേജ്ഡ്. അപ്പോൾ ഇവിടെ ഓണർഷിപ്പിൻ്റെ മെജോറിറ്റി ഈ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ കൈകളിലായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മാനേജ്മെൻറ്റ് പോളിസികൾ, അവർ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്നതും ഇവരായിരിക്കും. അപ്പോൾ ഓൺഡ് ആൻഡ് മാനേജ്ഡ്. മൂന്നാമത്തെ കാറ്റഗറി ഏതാ? ഓൺഡ് ആൻഡ് ലെഡ്. അപ്പോൾ ഓണർഷിപ്പ് അത് തന്നെയാണ്. മെജോറിറ്റി ഓഫ് വോട്ടിംഗ് ഷെയർസും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറുടെ കയ്യിലോ ആയിരിക്കും. അവരുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായിരിക്കും, അതായത് സ്വാധീനിക്കപ്പെടും അവരുടെ തീരുമാനങ്ങൾ. അതിനു പുറമേ രണ്ടാമത്തെ കാറ്റഗറി മാനേജ്മെൻ്റ് ആണ്, പോളിസീസ് അവർ തീരുമാനിക്കുന്നു പറഞ്ഞു. മൂന്നാമത്തേത് ലെഡ് എന്നാണ് പറയുന്നത്, അതായത് ആ പോളിസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് കൂടി ആ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മുടെ ഫാമിലി മെമ്പർ ആയിരിക്കും വഹിക്കുന്നത്. ഇപ്പോൾ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ CEO ആയിട്ടോ അങ്ങനെ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എല്ലാ സ്ട്രാറ്റജിയും, കമ്പനിയുടെ എല്ലാ ഡിറക്ഷൻസിലും, കമ്പനി ഫോളോ ചെയ്യുന്ന കൾച്ചറും എല്ലാം തീരുമാനിക്കുന്നത് നമ്മളുടെ ഫാമിലി മെമ്പർ ആയിരിക്കും. അതാണ് ഫാമിലി ഓൺഡ് ആൻഡ് ലെഡ്. അങ്ങനെ 3 ടൈപ്പ് ഫാമിലി ബിസിനസ്സുകളാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസിനെ കുറിച്ചാണ് പറയുന്നത്. തിയറീസ് ഓഫ് ഫാമിലി ബിസിനസ്. അതിൽ പ്രധാനമായും 3 തിയറീസ് ആണുള്ളത്. സിസ്റ്റം തിയറി, ഏജൻസി തിയറി, അതർ തിയറീസ്. സിസ്റ്റം തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫാമിലി ബിസിനസ്സിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ 3 സിസ്റ്റംസ് ആണുള്ളത്. ഒന്ന് ഫാമിലി സിസ്റ്റം, 2 ബിസിനസ് സിസ്റ്റം, 3 ഓണർഷിപ്പ് സിസ്റ്റം. And the result of family business system is the interaction between these systems. പ്രധാനമായും 3 സിസ്റ്റം. അവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സബ് സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 സിസ്റ്റം, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 സിസ്റ്റം കൂടെ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ ഈ സിസ്റ്റംസും സബ് സിസ്റ്റംസും എല്ലാം കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ 7 രീതിയിലുള്ള
കണക്ഷൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. 7 രീതിയിലുള്ള പാർട്ടീസ് ഈ സിസ്റ്റത്തിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ 1978 പ്രൊഫസർ റെനാറ്റോ ടാഗ്യൂരി ആൻഡ് ജോൺ ഡേവിസ് അവർ ഹാർവാർഡ് ബിസിനസ് സ്കൂളിലാണ് ഈ 3 സർക്കിൾ മോഡൽ ഓഫ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന ആശയം ഡെവലപ്പ് ചെയ്തത്. അത് 1982 പബ്ലിഷ് ചെയ്തത്. 78 അവർ രൂപീകരിച്ചത്, അത് 82 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ തിയറിയിൽ അവർ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വാരിയസ് സിറ്റുവേഷൻസ് ദാറ്റ് അറൈസ് ഇൻ ദ ഫാമിലി ബിസിനസ് ആൾ എക്രോസ്. ഫാമിലി ബിസിനസ്സിൽ പരസ്പരം ഉണ്ടാകുന്ന ആ റിലേഷൻസ് അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, പ്രധാനമായും 3 സർക്കിൾ, അതായത് 3 സിസ്റ്റം, ആ സിസ്റ്റങ്ങൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സബ് സിസ്റ്റംസ് ആണ് ആ സിറ്റുവേഷൻസ് ആയിട്ട് വരുന്നത്. ആ സിറ്റുവേഷൻസ് എല്ലാം കൂടെ എങ്ങനെയാണ് ഗ്രൂപ്പായി പ്രവർത്തിച്ച് ഒരു ഫാമിലി ബിസിനസ്സിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ആദ്യം ഒരു സിസ്റ്റമാണ് ഫാമിലി, രണ്ടാമത്തെ സിസ്റ്റം ബിസിനസ്, മൂന്നാമത്തേത് ഓണർഷിപ്പ്. ഇവ 3ഉം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ 2 സിസ്റ്റം തമ്മിൽ ഫാമിലിയും ഓണർഷിപ്പും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് ഫാമിലി ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഇനി ഫാമിലിയും നോൺ ഫാമിലിയും, അതായത് ബിസിനസ്സും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫാമിലി എംപ്ലോയി, അവർ ഓണർ അല്ല, അവിടെ ഓണർ എന്ന് പറയുന്ന സിസ്റ്റം ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല. ദെൻ ബിസിനസ്സും ഓണറും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഫാമിലി ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല, നോൺ ഫാമിലി ഓണർ എംപ്ലോയി എന്ന് പറയുന്ന സബ് സിസ്റ്റം ഉണ്ടായി. ദെൻ ഇത് 3ഉം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ ഫാമിലിയുമുണ്ട്, ഓണറുമുണ്ട്, എംപ്ലോയിയുമുണ്ട്. അപ്പോൾ ഫാമിലി, ഓണർ, എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അങ്ങനെ 6 അതായത് ഫാമിലി മെമ്പേഴ്സ് ഒരു സിസ്റ്റം, അതായത് ഫാമിലി ഒരു സിസ്റ്റം, ബിസിനസ് ഒരു സിസ്റ്റം, ഓണർഷിപ്പ് 3. ഇത് 2ഉം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു കാറ്റഗറി, ഇത് 2ഉം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ 1. ഇത് 6, ദെൻ എല്ലാം കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ 7. അങ്ങനെ 7 രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഒരു ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാകുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി നോൺ ഫാമിലി ആൻഡ് നോൺ മാനേജർ ഓണേഴ്സ്. അപ്പോൾ അവിടെ വരുന്നത് നോൺ ഫാമിലിയാണ്, ഫാമിലിയിലില്ല. അപ്പോൾ നോൺ ഫാമിലി, പിന്നെ എന്താ വരുന്നത്? നോൺ മാനേജർ, മാനേജ് ചെയ്യുന്നില്ല, അതായത് എംപ്ലോയി ആയിട്ടും വർക്ക് ചെയ്യുന്നില്ല, പകരം എന്താണ്? ഓണേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് നോൺ ഫാമിലി, നോൺ മാനേജർ, ഓണർ. അപ്പോൾ അവരുടെ പ്രത്യേകത, അവർ ബിസിനസ്സിൽ ഓണർഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കില്ല, ആ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നുമുണ്ടാവില്ല. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓണേഴ്സാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. നോൺ ഫാമിലി, നോൺ മാനേജർ, ഓണേഴ്സ്. വെറും ഓണർഷിപ്പ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു കാറ്റഗറിയാണ് ഫസ്റ്റ് ഇതായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അവർക്ക് ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, അവർ ഫാമിലി മെമ്പറും അല്ല, അവർ ബിസിനസ്സിൽ മാനേജ്മെൻറ്റിലും ഹാൻഡിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലിയും അവരവിടെ ചെയ്യുന്നില്ല, ഓണർഷിപ്പ് മാത്രം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തേത് ഫാമിലി ഓണേഴ്സാണ് ഈ ഒരു കാറ്റഗറി. ഫാമിലി ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഫാമിലിയിലെ മെമ്പേഴ്സാണ്, അതേപോലെ ഓണർഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമുണ്ട്, പക്ഷേ എന്തിലില്ല? മാനേജ്മെൻറ്റിലില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ എംപ്ലോയ്മെൻറ്റിലില്ല. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പറുമാണ്, ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൽ ഷെയറുമുണ്ട്, എന്നാൽ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിലില്ല. അപ്പോൾ 2 കാറ്റഗറിയാണ് പറയുന്നത്, നോൺ ഫാമിലി, നോൺ മാനേജർ ഓണറും ഫാമിലി ഓണറും. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ഫാമിലി ഓണർ എംപ്ലോയീസ് ആണ്, അതായത് ഇവിടെ വരുന്ന ഈ കാറ്റഗറി. ഇതാണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ പറയുന്നത്. നോൺ ഫാമിലി, അവർ എക്സ്റ്റേണൽ മെമ്പേഴ്സാണ്, നമ്മുടെ ഫാമിലിയിലുള്ളവരല്ല, പക്ഷേ അവരെന്താണ്? ഓണറാണ്. ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നോൺ ഫാമിലി ഓണർ എംപ്ലോയി, ഫാമിലി മെമ്പർ അല്ല, പക്ഷേ ഓണർഷിപ്പിലുണ്ട്, ബിസിനസ്സിൻ്റെ എംപ്ലോയ്മെൻറ്റിലുമുണ്ട്. നോൺ ഫാമിലി ഓണർ എംപ്ലോയി. നാലാമത്തെ കാറ്റഗറി വരുന്നത് ആരാ?
ഫാമിലി മെമ്പേഴ്സ്, അതായത് ഈ ഒരു ഗ്രൂപ്പ്, ഇവർക്ക് ഓണർഷിപ്പും ഇല്ല, ബിസിനസ്സിൻ്റെ എംപ്ലോയ്മെൻറ്റിലും ഇല്ല, പക്ഷേ ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാണ്. അതാണ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഏതാ? ഫാമിലി എംപ്ലോയീസ്. ഇവിടെ ഈ കാറ്റഗറി, ഇവർ ഫാമിലി മെമ്പേഴ്സാണ്, ആ ബിസിനസ്സിൽ ജോലി ചെയ്യുന്നുമുണ്ട്, പക്ഷേ ഓണർഷിപ്പിൽ കൈകാര്യം ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ആ ബിസിനസ്സിൽ എന്തെങ്കിലും ജോലി അവർ ചെയ്യുന്നുണ്ടാവും, ഫാമിലിയിലെ മെമ്പറുമാണ്, പക്ഷേ ഓണർഷിപ്പിൽ മെമ്പർഷിപ്പില്ല. ദെൻ അടുത്ത കാറ്റഗറി നോൺ ഫാമിലി എംപ്ലോയീസ്. ഈ വലിയ കാറ്റഗറി, അതായത് ഇവർ ഫാമിലിയുടെ പുറത്ത് നിന്നുള്ള ആളുകളാണ്, ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഓണർഷിപ്പില്ല. അപ്പോൾ ഫാമിലി മെമ്പറുമല്ല, ഓണർഷിപ്പുമില്ല, വെറും എംപ്ലോയീസ്. അവർക്ക് അവരുടെ മോണിറ്ററി ബെനിഫിറ്റ് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഓണർഷിപ്പിലുമില്ല, എന്തിലുമില്ല, ഫാമിലിയിലുമില്ല. ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന എംപ്ലോയീസ്. ലാസ്റ്റ് കാറ്റഗറി ഫാമിലി ഓണർ എംപ്ലോയീസ്. നമ്മുടെ ഈ സെൻറ്ററിൽ വരുന്ന കാറ്റഗറി, അതായത് ഇവർ ഫാമിലി മെമ്പേഴ്സാണ്, ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, ഓണർഷിപ്പുമുണ്ട്. അപ്പോൾ ഫാമിലി ഓണർ എംപ്ലോയീസ്. അങ്ങനെ 7 സിറ്റുവേഷൻസിലുള്ള അല്ലെങ്കിൽ 7 ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് ഈ ബിസിനസ്, അതായത് ഫാമിലി ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ 7 സിറ്റുവേഷൻസിലും അവർ എങ്ങനെയാണോ കോർഡിനേഷനോടുകൂടി പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ 7 സിറ്റുവേഷനിൽ പെട്ട ആളുകളും നമ്മുടെ ഫാമിലി ബിസിനസ്സിലുണ്ട്. അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓണേഴ്സിന് ലോങ് റൺ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ ഔട്ട്സൈഡേഴ്സിന് എന്ന് പറഞ്ഞാൽ അവരുടെ മോണിറ്ററി ഗോൾസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 സിസ്റ്റവും അതിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന 4 സബ് സിസ്റ്റവും മൊത്തം 7 സിറ്റുവേഷൻസ്, ഇതെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലി ബിസിനസ്സിന് സക്സസ് ഉണ്ടാവും എന്ന് പറയുന്ന തിയറിയാണ് സിസ്റ്റം തിയറി. അപ്പോൾ അക്കോർഡിംഗ് ടു സിസ്റ്റം തിയറി ദർ മേ ബി 3 മെയിൻ സിസ്റ്റം ആൻഡ് 4 സബ് സിസ്റ്റംസ്. Total 7 situations. It guides the future of the family business. പിന്നെ രണ്ടാമത്തെ തിയറിയാണ് ഏജൻസി തിയറി. ഏജൻസി തിയറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ തിയറിയാണ്. ഓർഗനൈസേഷണൽ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട്, ആ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏജൻസി തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഏജൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ മേ ബി എ റിലേഷൻ ബിറ്റ്വീൻ എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഒരു ബിസിനസ്സിൽ സാധാരണയായി ഓണേഴ്സാണ് പ്രിൻസിപ്പൽ പൊസിഷനിലുള്ളത്. ആ ഓണേഴ്സിന് വേണ്ടി ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളുകളാണ് ഏജൻറ്റ് പൊസിഷനിലുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു റിലേഷനാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിന് എല്ലായ്പ്പോഴും അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പെർസ്പെക്റ്റീവ് ആയിരിക്കും. ബിസിനസ് കുറേ കാലം നിലനിൽക്കണം, ബിസിനസ്സിന് ലാഭം ഉണ്ടാകണം, അങ്ങനെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിനാണ് നമ്മുടെ പ്രിൻസിപ്പൽ എംഫസൈസ് ചെയ്യുന്നത്. എന്നാൽ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാധാരണ മാനേജർമാരാണെങ്കിൽ അവർക്ക് ഷോർട്ട് റണ്ണിലായിരിക്കും ഒബ്ജക്റ്റീവ്സ്, അതായത് ഷോർട്ട് റണ്ണിലായിരിക്കും താല്പര്യം. കാരണം അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ്സിന് നല്ല ലാഭം ഉണ്ടാകണം, അല്ലാതെ അടുത്ത തലമുറയിലേക്ക് ഇനി ലാഭം ഉണ്ടാകണോ എന്നൊന്നും മാനേജർമാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ സമയത്ത് ആ സ്ഥാപനം ഏത് പൊസിഷനിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഗ്രസീവായിട്ടാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നോൺ ഫാമിലി ബിസിനസ്സുകളിൽ ഇവർക്കിടയിൽ ഇങ്ങനെയുള്ള ഈ ഇൻട്രസ്റ്റിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്നാൽ ഫാമിലി ബിസിനസ്സിൽ അങ്ങനെയല്ല. ഓണേഴ്സും മാനേജറും എല്ലാം നമ്മളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഹാർമണൈസ്ഡ് ആയിരിക്കും. അതായത് ഓണറും അവർ തന്നെയാണ്, മാനേജറും അവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള എക്സിസ്റ്റൻസും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫാമിലി ബിസിനസ്സിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. കാരണം ഈ ഷോർട്ട് റണ്ണിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഏജൻസി കോസ്റ്റ്, നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരാറുണ്ട്. ഇപ്പോൾ അതിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലി ബിസിനസ്സിൽ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾക്കൊരു പർട്ടിക്കുലർ പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കോർ ഇൻഎഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻസോ ഡിസ്റപ്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ
ഓണേഴ്സും മാനേജേഴ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിലൊക്കെ ഒരുപാട് ഇൻക്രീസ് ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി റാഷണൽ തിങ്കിങ്ങിലൂടെ നമ്മൾ തീരുമാനമെടുക്കണം. ഓണേഴ്സിന് താല്പര്യമുള്ള രീതിയിൽ മാനേജേഴ്സ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോസ്റ്റുകളൊക്കെ ഒരു മിനിമലാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡിസിഷൻ ഓഫ് മാനേജേഴ്സ് മേ ബി മോർ ഫോക്കസ്ഡ് ഓൺ ഷോർട്ട് ടേം വൈൽ decision of owners may be for financial gain or sustainable development of the firm. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു പോകണം. ഫാമിലി ബിസിനസ്സിൽ അതിൽ ഈസിയാണ്, കാരണം നമ്മളുടെ ബിസിനസ് ഓൺ ചെയ്യുന്നതും ഫാമിലി മെമ്പേഴ്സാണ്, അത് ഹാൻഡിൽ ചെയ്യുന്നതും ഫാമിലി മെമ്പേഴ്സാണ്, അതായത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കൃത്യമായ ഒരു കോർഡിനേഷനോടുകൂടി നമ്മളുടെ സ്ട്രാറ്റജികൾ രൂപീകരിക്കുകയും ബിസിനസ്സിൻ്റെ കോൺഫ്ലിക്റ്റുകളെ ഫേസ് ചെയ്യുകയും വേണം എന്ന് പറയുന്ന തിയറിയാണ് ഏജൻസി തിയറി. ഫാമിലി ബിസിനസ് തിയറീസിൽ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്ന തിയറീസാണ് അതർ തിയറീസ്. മെയിനായിട്ട് 2 തിയറി നമ്മൾ പറഞ്ഞു, സിസ്റ്റം തിയറിയും അതേപോലെ തന്നെ ഏജൻസി തിയറിയും. അതിനു പുറമേ വരുന്ന ചില ചെറിയ തിയറീസ്, മറ്റ് തിയറീസ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് റിസോഴ്സ് ബേസ്ഡ് തിയറി, 2 സ്റ്റുവാർഡ്ഷിപ്പ് തിയറി, 3 സോഷ്യോ ഇമോഷണൽ വെൽത്ത് തിയറി, SCW തിയറി എന്നും പറയാറുണ്ട്. സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് 4ാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ഈ തിയറിയിലെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോൺ ഫാമിലി ബിസിനസ് ഫേമുകളും ഫാമിലി ബിസിനസ്സുകളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഫാമിലി ബിസിനസ്സിന് ഈ തിയറികളിൽ പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തിയറി റിസോഴ്സ് ബേസ്ഡ് തിയറിയാണ്. ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന റിസോഴ്സുകളെ അടിസ്ഥാനമാക്കി പറയുന്നു. റിസോഴ്സസ് മീൻസ് നമ്മുടെ അസറ്റ്സ്. നോർമലി ഒരു ബിസിനസ്സിലെ അസറ്റ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഓണർഷിപ്പ് പാർട്ടിസിപ്പേഷൻ ഉള്ള വ്യക്തികളായിരിക്കും എത്രമാത്രം അസറ്റ് വേണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അത് അതിൻ്റെ മാനേജേഴ്സിലൂടെ അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മളുടെ ഫാമിലി ബിസിനസ്സിൽ എന്ന് പറയുന്നത് ഫാമിലി ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റ്സും കൈകാര്യം ചെയ്യുന്നത് ഫാമിലിയുടെ ഓണേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ മാനേജേഴ്സ് എന്ന് പറയുന്നതും ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. എല്ലാ മാനേജേഴ്സും ആയിക്കൊള്ളണമെന്നില്ല, 1-2 പ്രധാനപ്പെട്ട കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഈ റിസോഴ്സുകളെയും കേപ്പബിലിറ്റീസിനെയും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു യൂണിഫോം ഡിസിഷൻ ഉണ്ടാവും. അവർക്ക് പരസ്പരം തർക്കിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യമോ വരുന്നില്ല. കാരണം അവർ തീരുമാനമെടുക്കുന്നതും ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ദെൻ 2ാമത്തെ തിയറി സ്റ്റുവേർഡ്ഷിപ്പ് തിയറിയാണ്. സ്റ്റുവേർഡ്ഷിപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയർ ടേക്കർ മെൻറ്റാലിറ്റി. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിനോട് നമ്മൾക്കുണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നോർമലി നോൺ ഫാമിലി ബിസിനസ് ഫേമുകളിലാണെങ്കിൽ ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആർ ഡിഫറെൻറ്റ് and they are performing a principal agent relationship. പ്രിൻസിപ്പലിൻ്റെ താല്പര്യം ബിസിനസ്സിന് ലോങ് ടേം എക്സിസ്റ്റൻസ് വേണം, ഓണേഴ്സിന് അങ്ങനെ ആയിരിക്കും താല്പര്യം. എന്നാൽ ഏജൻസിൻ്റെ താല്പര്യം ഷോർട്ട് റൺ ബിസിനസ്സിലായിരിക്കും. അവർ മാനേജ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലാഭം ഉണ്ടാക്കുക. അടുത്ത വർഷം ആ സ്ഥാപനം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ആ സ്ഥാപനം നിലനിൽക്കുമോ എന്നൊന്നും മാനേജേഴ്സ് നോക്കില്ല. അവരുടെ പീരിയഡിൽ അവർ ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ ഫേമിന് നല്ല പ്രശസ്തി വേണം, നല്ല പ്രോഫിറ്റ് വേണം, നല്ല പ്രോഗ്രസ് വേണം എന്ന് മാത്രമേ മാനേജേഴ്സിന് അല്ലെങ്കിൽ ഏജൻസിന് താല്പര്യമുണ്ടാവുള്ളൂ. എന്നാൽ ഫാമിലി ബിസിനസ്സിൽ എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ ഒരു കൊളാബറേഷനാണ്. കാരണം ഏജൻസും പ്രിൻസിപ്പലും നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ളവർ തന്നെയാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ലോങ് റൺ ഒബ്ജക്റ്റീവ്സും ഷോർട്ട് റൺ ഒബ്ജക്റ്റീവും എല്ലാം അവർ മാക്സിമം കെയറോടുകൂടിയായിരിക്കും പോളിസീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അവരുടെ വർക്കിംഗ് സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. കാരണം അവർക്ക് ആ ബിസിനസ്സിനോട് ഒരു കെയർ ടേക്കേഴ്സ് എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും ശ്രദ്ധയോടുകൂടിയായിരിക്കും ആ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത്. കാരണം മാനേജേഴ്സിനാണെങ്കിലും ഓണേഴ്സിനാണെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും നമ്മുടെ ബിസിനസ്സിനോട്.
അപ്പോൾ അവിടെ ഒരു മാക്സിമം കെയർ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ഫാമിലി ബിസിനസ്സിൽ എന്ന് പറയുന്ന തിയറിയാണ് സ്റ്റെവാർഡ്ഷിപ്പ് തിയറി. മൂന്നാമത്തെ തിയറിയാണ് സോഷ്യോ ഇമോഷണൽ വെൽത്ത് തിയറി അല്ലെങ്കിൽ SEW theory. It was developed by Gomez Mejia and colleagues in 2007. 2007 ഇവർ ഈ തിയറി ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ തിയറിയിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഈ നോൺ ഇമോഷണൽ വെൽത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ആ വെൽത്ത് റിസോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഫേം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഐഡൻറ്റിറ്റി, എബിലിറ്റി ടു എക്സർസൈസ് ഫാമിലി ഇൻഫ്ലുവൻസ്, പെർപെച്വേഷൻ ഓഫ് ദ ഫാമിലി ഡൈനാസ്റ്റി, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി ബിസിനസ് ആകുന്ന സമയത്ത് മോണിറ്ററി ഒബ്ജക്റ്റീവ്സിന് പുറമേ വേറെയും ചില ഫാക്ടേഴ്സ് നമ്മളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസ് ആണത്. നമ്മുടെ ഫാമിലി ഫോളോ ചെയ്തു വരുന്ന വാല്യൂസ്, ഫാമിലിയുടെ ലെഗസി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ മൂല്യങ്ങൾ, ഇതിനെല്ലാം ഫാമിലി ബിസിനസ് നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കും. സാധാരണ നോൺ ഫാമിലി ബിസിനസ് ആണെങ്കിൽ അവർക്ക് കോമ്പറ്റേറ്റേഴ്സിൻ്റെ കൂടെ മത്സരിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവും. എന്നാൽ ഫാമിലി ബിസിനസ്സിൽ അങ്ങനെയല്ല. അതിൻ്റെ മെമ്പേഴ്സും മാനേജേഴ്സും എല്ലാം ഫാമിലി മെമ്പേഴ്സ് ആയത് കാരണം അവർ ഫാമിലിയുടെ ലെഗസിക്ക് അല്ലെങ്കിൽ ഫാമിലിയുടെ ബിലീവ്സിനും വാല്യൂസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലെഗസി പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടാവും. അപ്പോൾ ഇമോഷണൽ ആസ്പെക്റ്റിന് കൂടെ കൺസിഡറേഷൻ കൊടുക്കുന്നത് കൊണ്ട് വെറും ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്ത് താൽക്കാലിക ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരിക്കില്ല ഫാമിലി ബിസിനസ്സിനുള്ളത്. അവർക്ക് ലോങ് ടേം കണ്ടിന്യൂസ് ആവശ്യമാണ്, ജനറേഷൻസിലേക്ക് പാസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരെ എല്ലാ മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ തിയറിയാണ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹൂ ഹാവ് സം ഇൻട്രസ്റ്റ് ഇൻ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിൽ താല്പര്യമുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അത് ആ ബിസിനസ്സിലെ എംപ്ലോയീസ് ആവാം, ഓണേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, ലെൻഡേഴ്സ് ആവാം, ആര് വേണമെങ്കിലാവാം, നമ്മുടെ ബിസിനസ്സിനോട് താല്പര്യമുള്ള വ്യക്തികൾ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ നമ്മൾ നന്നായി സംരക്ഷിക്കണം. അങ്ങനെ ആവുമ്പോഴേ ബിസിനസ്സിന് ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ ഫാമിലി ബിസിനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും മേജർ ഷെയർ ഹോൾഡേഴ്സും എംപ്ലോയീസും ഒക്കെ ഫാമിലി മെമ്പേഴ്സാവും. അപ്പോൾ ഒരു കൂട്ടം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫാമിലിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെയാണ്. ഫാമിലിക്ക് പുറത്തു നിന്നുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സോ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഔട്ട്സൈഡ് അല്ല, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫാമിലി മെമ്പേഴ്സിന് ഈസിയാണ്. കാരണം ഒരു കൂട്ടം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു ലോങ് ടേം എക്സിസ്റ്റൻസ് വേണമെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാക്സിമം ഹാപ്പി ആക്കിയാൽ ബിസിനസ്സിന് ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ബിസിനസ്സിനുള്ളിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ഈസിയാണ്, അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ തിയറിയിൽ നമ്മൾ ആ കണക്ഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതാണ് പറയുന്നത്. ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലായ്പ്പോഴും എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു? എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഫാമിലി ബിസിനസ്സിന് കൂടുതൽ സാധ്യതകളുണ്ട് സക്സസ്സിലേക്ക് എത്താൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി. അപ്പോൾ ഇത്രയും തിയറികളാണ് ഫാമിലി ബിസിനസ് കൺസെപ്റ്റുകളെ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ GDP-യിൽ 60 to 70% വരെ
നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിലും ഏതെങ്കിലും പർട്ടിക്കുലർ ബിസിനസ് മേഖലകളിലാണെങ്കിലും ഒരുപാട് പ്രാധാന്യം നമ്മളുടെ ഫാമിലി ബിസിനസ്സിനുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. നമ്മളുടെ സാമ്പത്തികാവസ്ഥയിൽ ഉണ്ടാകുന്ന വികസനത്തിന് എത്രമാത്രം പങ്കാണ് ഫാമിലി ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റിസർച്ചുകളും ഇപ്പോൾ 2013 ഡിയോളിറ്റി റിസർച്ച് നടത്തിയപ്പോൾ ഫാമിലി ഫേംസ് ആണ് 85% ടോട്ടൽ കമ്പനീസ് ഇൻ ഇന്ത്യ. മൊത്തത്തിലുള്ള കമ്പനികളുടെ 85% ഫാമിലി ബിസിനസ് ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആൽവാരിസ് ആൻഡ് മാർഷൽ 2018 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫാമിലി ബിസിനസ്സസ് ഇൻ ഇന്ത്യ എന്നായിരുന്നു. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ദേ കോൺട്രിബ്യൂട്ട് അറൌണ്ട് 79% ഓഫ് നാഷണൽ GDP ആനുവലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ GDPയിൽ 79% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ ഫാമിലി ബിസിനസ്സിൽ നിന്നാണ് എന്നാണ് 2018 അവർ റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ചൈനയിൽ ഇപ്പോൾ ചൈനയ്ക്ക് പിറകിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്രോത്ത് ഉള്ളത്. അതേപോലെ നമ്മൾക്ക് ഇന്ത്യക്കും ഏകദേശം നല്ലൊരു പൊസിഷൻ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രാധാന്യങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നത് റോൾ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് തന്നെയാണ്. സാമ്പത്തികാവസ്ഥയിലുള്ള വികസനത്തിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. അതിലൊരു സ്റ്റഡി റിപ്പോർട്ട് പറയുന്നുണ്ട് 2017 ബാൻ, റേ ആൻഡ് രാമചന്ദ്രൻ ഇവർ നടത്തിയ ഒരു സ്റ്റഡി എന്തിനെ കുറിച്ചിട്ട് ഫാമിലി ഫേംസിനെ കുറിച്ച് നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ പറയുന്നത് ലിസ്റ്റഡ് ഫേംസിന്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ 1990 മുതൽ 2015 വരെയുള്ള ലിസ്റ്റഡ് ഫേംസിന്റെ ഒരു സ്റ്റഡിയാണ് അവർ നടത്തിയത്. 91% ഓഫ് ലിസ്റ്റഡ് ഫേംസ് ആർ ഫ്രം ഫാമിലി ഗ്രൂപ്പ്. അതായത് ഇവര് 1990 മുതൽ 2015 വരെയുള്ള ലിസ്റ്റഡ് കമ്പനീസിന്റെ ലിസ്റ്റഡ് ഫേംസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ ഇതില് ഏകദേശം 91% സ്ഥാപനങ്ങളും ഫാമിലി ബിസിനസ് ഫേംസ് ആണ് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു ബിസിനസ് സെക്ടറാണ് ഫാമിലി ബിസിനസ്. ദെൻ രണ്ടാമതായി പറയുന്നത് റോൾ ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മുടെ രാജ്യത്ത് വ്യാവസായികവൽക്കരണം കൊണ്ടുവരുന്നതിൽ ഫാമിലി ബിസിനസ്സിനുള്ള പങ്ക്. ഇപ്പോൾ ഫാമിലി ബിസിനസ്സിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ടാറ്റ ഗ്രൂപ്പ്, ബിർള ഗ്രൂപ്പ്, അംബാനി ഫാമിലി, അങ്ങനെ ഒരുപാട് ഫാമിലി ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിലൊക്കെ എത്രയോ സ്ഥാപനങ്ങൾ, ഇപ്പോൾ സ്റ്റീല്, കൊമേഴ്സ്യൽ വെഹിക്കിൾ, പാസഞ്ചർ കാറ്, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ, പവർ, കെമിക്കൽസ്, ഹോട്ടൽ, ടീ, കോഫി, സോഫ്റ്റ്വെയർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ്, അത്രയും വ്യവസായ മേഖലകളിലാണ് ഒരു ഫാമിലി തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഫാമിലി ഗ്രൂപ്പുകൾ, ഇപ്പൊ ബിർള ഗ്രൂപ്പിന്റെ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽസ്, ഫൈബർ, അലുമിനിയം, സിമെന്റ്, കാർബൺ ബ്ലാക്ക്, അപ്പാരൽ, പെട്രോളിയം, ടെലികോം, IT ആൻഡ് സോഫ്റ്റ്വെയർ, അത്രയും ബിർള ഗ്രൂപ്പിന്റെ കീഴിലുണ്ട്. പിന്നെ റിലയൻസ് ഗ്രൂപ്പും ഇതേപോലെ ഒരുപാട് ഇൻഡസ്ട്രികളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഫാമിലി ബിസിനസ്സുകളാണ്. ദെൻ റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിലും അതേപോലെ ബിസിനസ് സംരംഭങ്ങൾ എന്നുള്ള ആശയം. ഇപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സിൽ പെട്ടിട്ടുള്ള ഫാമിലിയിൽ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും അവർക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ളത് എങ്ങനെ അവരുടെ ബിസിനസ്സിനെ ഒന്നുകൂടെ നല്ലതാക്കാം, എങ്ങനെ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാം, എങ്ങനെ പുതിയൊരു ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി അവരുടെ ഫാമിലി ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ള ചിന്തകളോടെ ആയിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ആസ്പിറേഷൻ നൽകാൻ, പുതിയ പുതിയ മേഖലകളിൽ ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങാനുള്ള ഒരു പ്രേരണ നൽകാൻ ഫാമിലി ബിസിനസ്സിന് കഴിയുന്നുണ്ട്. ദെൻ റോൾ ഇൻ സോഷ്യൽ ഡെവലപ്മെന്റ്, പലപ്പോഴും നല്ല നല്ല മൂല്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഫാമിലികളാണ് നമ്മളുടെ ഫാമിലി ബിസിനസ്സുകൾ ഇന്ത്യയിലുള്ളത്. അവർ പലരും സോഷ്യൽ സേവനങ്ങൾ, സർവീസുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ടാറ്റയാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഒരു ഗ്രൗണ്ട് ഫോം ചെയ്തത്.
ഒരുപാട് ഹോസ്പിറ്റലുകൾ, അതേപോലെ നിർധനരായ രോഗികൾക്ക് പല രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ, അങ്ങനെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസർച്ചുകൾ, അങ്ങനെ കുറേ സംഭാവനകൾ പൊതുസമൂഹത്തിനും നൽകുന്നുണ്ട്. ദെൻ റോൾ ഇൻ ബിസിനസ് ഡെവലപ്മെന്റ്, അവര് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും അവരുടെ ബിസിനസ്സിന് വികസനം ഉണ്ടാകുന്നതോടൊപ്പം നമ്മളുടെ മൊത്തത്തിലുള്ള ബിസിനസ് വേൾഡിൽ തന്നെ കോൺട്രിബ്യൂഷൻസ് നൽകുന്നു. ഇപ്പോൾ ചില ചെറിയ ഫാമിലി ബിസിനസ്സുകാരുണ്ടായിരിക്കും, അവർ ചെറിയ തോതിൽ അവരുടെ സ്ഥാപനം മുന്നോട്ട് വീണ്ടും അടുത്ത തലമുറകളിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പല ഫാമിലി ബിസിനസ്സുകളും അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്, ഇപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും സപ്ലയേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇവരുമായി എല്ലാം നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അതിലെ ഡിസിഷൻ മേക്കിങ്ങും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം നടത്തുന്നത്. അപ്പോൾ പരസ്പരം ധാരണയോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഹാൻഡ്ലിംഗ് ആണ് പല ഫാമിലി ബിസിനസ്സുകാരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്രയുമാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്നത് ചാലഞ്ചസ് ഓഫ് ഫാമിലി ബിസിനസ്. എന്തൊക്കെ ചാലഞ്ചുകളാണ് ഇന്ത്യയിലെ ഫാമിലി ബിസിനസ്സുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ആദ്യമായി ഇന്നോവേഷൻ ഫോർ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് കാലം നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നവീനവൽക്കരണങ്ങൾ ആവശ്യമാണ്. പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം, പുതിയ പ്രോഡക്റ്റ് മോഡൽസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവരണം. അപ്പോൾ സ്ഥിരമായി നമ്മളൊരു 100 വർഷത്തോളമായി നമ്മുടെ ഫാമിലി ഈ രംഗത്ത് തന്നെയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾക്ക് സക്സസ്ഫുള്ളായി നിലനിൽക്കാൻ കഴിയില്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ നവീനവൽക്കരണങ്ങൾ ഫാമിലി ബിസിനസ്സിലാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണം. രണ്ടാമതായി പറയുന്നത് ലിമിറ്റഡ് ടാലന്റ് ആണ്. പലപ്പോഴും ഓണർഷിപ്പും മാനേജ്മെന്റും എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ലഭ്യമായ ടാലന്റ് മാത്രമേ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാറുള്ളൂ. പല ഫാമിലികളും പുറത്തു നിന്ന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ആളുകളെ ഹയർ ചെയ്യാറില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ഈ ലെഗസി കൊണ്ട് മാത്രം ബിസിനസ് സക്സസ് ആയി നിലനിർത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ദെൻ ലാക്ക് ഓഫ് സക്സഷൻ പ്ലാനിങ്. എല്ലായ്പ്പോഴും ഓണർഷിപ്പ് ഒരു തലമുറയിൽ നിന്ന് തൊട്ടടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഫാമിലി ബിസിനസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിഫൈഡ് ആയ ഒരു സക്സസറെ, നമ്മളുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും പല ഫാമിലിയിലും വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരാളെ മാത്രം ബിസിനസ് ഹെഡായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കൃത്യമായി നടപ്പിലാക്കാൻ പല ഫാമിലികളിലും കഴിയാറില്ല. പിന്നെ വരുന്നത് ടെക്നോളജി നീഡ്സ് ആണ്. പണ്ട് കാലങ്ങളിൽ നല്ല പ്രശസ്തമായ ബിസിനസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആവശ്യമായ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇംപ്ലിമെന്റ് ചെയ്യുക തന്നെ വേണം. ദെൻ സിബ്ലിംഗ് റൈവൽറി. ഫാമിലി ബിസിനസ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനുള്ളിലെ മെമ്പേഴ്സ് തന്നെ, അതിൽ തന്നെയുള്ള സഹോദരന്മാരെന്ന് പറയില്ലേ, അങ്ങനെയുള്ള സിബ്ലിങ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ശത്രുതാ മനോഭാവങ്ങൾ. എല്ലാവരുടെയും ആശയം ഒരേപോലെ ആവില്ല. അപ്പൊ അവർക്കിടയിൽ അടുത്ത പോയിന്റ് പറയുന്നുണ്ട് ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. ആഭ്യന്തരമായി കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പോളിസി ഇംപ്ലിമെന്റേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഫാമിലി ബിസിനസ്സിലുണ്ടാവും. ദെൻ ബയാസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പ്രൊമിനൻസ് ഉള്ള ആള് അയാളുടെ അഭിപ്രായങ്ങളാണ് തീരുമാനങ്ങളായി എടുക്കുന്നുണ്ടാവുക. പല മെമ്പേഴ്സും ഇത് ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരേ തീരുമാനമാവും, എന്നാൽ എല്ലായ്പ്പോഴും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബയാസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായവുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കപ്പെടാറുണ്ട്. ദെൻ ടു മച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഫാമിലി ബിസിനസ്സിൽ പലപ്പോഴും ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. പക്ഷെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഇമോഷൻസിനേക്കാൾ കൂടുതൽ എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കുക തന്നെ വേണ്ടി വരും. ഇപ്പൊ ഇൻഎഫിഷ്യന്റ് എംപ്ലോയി ആണെങ്കിൽ, സാധാരണ ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ ഇൻഎഫിഷ്യൻസി മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യും. പക്ഷെ ഫാമിലി ബിസിനസ്സിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ കസിൻ ബ്രദറോ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ഇമോഷൻ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ദെൻ അൺക്ലിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്.
എല്ലാ ഫാമിലി മെമ്പേഴ്സും തന്നെയാണ് ബിസിനസ്സിലും വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ റോൾ എന്താ, ഇവരുടെ അതോറിറ്റി എന്താ, റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊന്നും ക്ലിയർ ആയി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ദെൻ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. പലപ്പോഴും ആ ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിൽ വന്ന് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആ ബിസിനസ്സിലെ പ്രൊഫഷണലിസം കൃത്യമായി അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. ദെൻ ലിമിറ്റഡ് ഫിനാൻസ്. നമ്മൾ സാധാരണ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളുടെ പോലെയല്ല, അവരുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന ക്യാപിറ്റൽ മാത്രമാണ് ഉള്ളത്. ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമല്ല കേട്ടോ. അംബാനി ഗ്രൂപ്പിനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ട്, അവർക്ക് നമ്മൾ ലിമിറ്റഡ് ഫിനാൻസ് പറയുന്ന ഒരു ഡ്രോബാക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചെറിയ ചെറിയ ഫാമിലികൾ കണ്ടക്ട് ചെയ്യുന്ന ചില ഫാമിലി ബിസിനസ്സുകൾ ഫിനാൻഷ്യൽ ക്രൈസിസ് പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു സെക്ടർ ആണെങ്കിലും അത് ഒരുപാട് ചാലഞ്ചസും ഫേസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്, കണ്ടംപററി റോൾ മോഡൽസ് ഓഫ് ഫാമിലി ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ബിസിനസ്സിൽ ഏറ്റവും പ്രശസ്തമായ കുറച്ച് മോഡലുകൾ, എല്ലാം ഒന്നും നമ്മൾക്ക് പറയാൻ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ, അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ജംഷെഡ്ജി നസർവാൻജി who belongs to a Parsi Saurashtrian priest family. നമ്മളുടെ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന, നമ്മൾക്ക് രത്തൻ ടാറ്റ എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പോൾ ഈ ടാറ്റ ഗ്രൂപ്പ് ഏറ്റവും ആദ്യമായി ഫൗണ്ട് ചെയ്തത്, അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജംഷെഡ്ജി നസർവാൻജിയാണ്. 1868 ഇദ്ദേഹം ആ ഒരു ബിസിനസ് തുടങ്ങി വെച്ചത്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ഓൺട്രപ്രണറും അതുപോലെ തന്നെ ഫിലാന്ത്രോപ്പിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളെ സഹായിക്കാനൊക്കെയുള്ള താല്പര്യം കാണിക്കുന്ന ഒരു പുരോഗമനവാദി, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു പ്രീസ്റ്റ് ഫാമിലിയിലാണ്, പാർസി സൗരാഷ്ട്രിയൻ പ്രീസ്റ്റ് ഫാമിലിയിലാണ് ജനിച്ചത്. ഗുജറാത്തിലാണ് ജനിച്ചത്. എഡ്യൂക്കേറ്റഡ് ആയി ബോംബെയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. At the age of 19 he started to work with his family business. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ബിസിനസ്സിൽ 1858 19ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങി. 10 വർഷങ്ങൾക്ക് ശേഷം 1868 he started Tata Sons, that is a trading company. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1868 അദ്ദേഹം ടാറ്റ സൺസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്പനി ആരംഭിച്ചത്. 1903 ഇദ്ദേഹം ബോംബെയില് കൊളാബയില് താജ്മഹൽ ഹോട്ടൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇലക്ട്രിസിറ്റി ഉള്ള ഒരേ ഒരു ഹോട്ടൽ ഈ താജ് ഹോട്ടലായിരുന്നു. അങ്ങനെ മുംബൈയിൽ 1903 ഇദ്ദേഹം ഈ ഹോട്ടല് ഇനാഗുറേറ്റ് ചെയ്തത്. അതിന് ശേഷം ഈ ബിസിനസ്സിൽ അദ്ദേഹം ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ദൊറാബ്ജി ടാറ്റയും അതേപോലെ തന്നെ നമ്മുടെ രത്തൻജിയും. ദൊറാബ്ജിയാണ് ടാറ്റ സ്റ്റീൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1907 ടാറ്റ സ്റ്റീൽസ് തുടങ്ങി വെച്ചത് നമ്മളുടെ ജംഷെഡ്ജിയുടെ മകനായിട്ടുള്ള ദൊറാബ്ജിയാണ്. അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ന് ടാറ്റ ഗ്രൂപ്പിൽ നമ്മൾ ഏറ്റവും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഏറ്റവും നന്നായി ബിസിനസ് നടത്തി സമൂഹത്തിനും അതിൻ്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിൽ പ്രശസ്തനാണ് നമ്മുടെ രത്തൻ ടാറ്റ. രത്തൻ ടാറ്റയും നമ്മൾ RJD ടാറ്റ എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് ഗ്രൂപ്പുകളിലും കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഈ ടാറ്റ ഗ്രൂപ്പ് നടത്തുന്ന ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ ടാറ്റ പവർ ഉണ്ട്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ ഫിനാൻസ്, ടാറ്റ ഇൻഷുറൻസ്, ടാറ്റ ക്രോമ, ടാറ്റ മോട്ടോഴ്സ്, തനിഷ്ക്, ഓരോരോ ബ്രാൻഡഡ് ആയിട്ടുള്ള അവരുടെ പ്രോഡക്ട്സ്, ടൈറ്റാൻ, ടാറ്റ ഗ്ലോബൽ ബിവറേജസ്, ടാറ്റ ടെലി സർവീസസ്, ഫാസ്റ്റ് ട്രാക്ക്, ടാറ്റ സോൾട്ട്, ടാറ്റ സ്റ്റാർബക്സ്, വോൾട്ടാസ്, ടാറ്റ സ്കൈ, ടാറ്റ ഡോകോമോ, ടാറ്റ സ്റ്റീൽ, അങ്ങനെ ടാറ്റയുടെ പേരിൽ തന്നെയുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫോംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിഫൻസിലാണെങ്കിലും യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലും ഫിനാൻസ്, ഹെൽത്ത് കെയർ, IT സർവീസ്, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള എൻ്റർപ്രൈസുകളും അവർ
ഓപ്പറേറ്റ് ചെയ്തിരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഓൺലൈൻ ബിസിനസ് മേഖലയിലും ടാറ്റ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി ഇൻവെസ്റ്റിംഗ് നടത്തുന്ന സ്നാപ്ഡീല്, ഓല, പേടിഎം അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിന് പുറമെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സർവീസ് കാറ്റർ ചെയ്യുന്ന TataClick.com എന്ന് പറയുന്ന ബിസിനസ്സും ടാറ്റയ്ക്കുണ്ട്. അപ്പോൾ മറ്റ് ബിസിനസ്സുകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സ്ഥാപനങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു മേജർ പോർഷൻ CSR ആക്ടിവിറ്റിക്ക് വേണ്ടി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CSR ഗ്രൗണ്ട് ഫോം ചെയ്തത് തന്നെ നമ്മുടെ ടാറ്റ ഗ്രൂപ്പുകാരാണ്. പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലെ പ്രശസ്തമായി നിൽക്കുന്ന വേറൊരു ഗ്രൂപ്പാണ് TVS ഗ്രൂപ്പ്. TVS ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തിരുവെങ്കുടി സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് ഗ്രൂപ്പാണ്. ഈ തിരുവെങ്കുടി സുന്ദരം അയ്യങ്കാർ തിരുനെൽവേലിയിൽ 1877 ജനിച്ചത്. തിരുനെൽവേലിയിൽ തിരുക്കുറുങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. സാധാരണ ഒരു തമിഴ് ബ്രാഹ്മിൻ ഫാമിലിയിൽ ജനിച്ച ആളാണ്. ആദ്യം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. കൃത്യമായ വിഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കുറെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസം നേടിയ ആളാണ്. ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ലോയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഓരോ സ്ഥലത്തും ഓരോ പ്രൊഫഷനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ആശയം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 1912 തനിക്കുണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ചിട്ട് മധുരയില് ആദ്യത്തെ ബസ് സർവീസ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് ബസ് സർവീസ് 1912 സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ശേഷം ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 1923 TV സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഫേം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനീസ് ഗ്രൂപ്പാണ് പിന്നീട് TVS ഗ്രൂപ്പ് എന്നുള്ള പേരിൽ പ്രശസ്തമായത്. അപ്പൊ TV സുന്ദരം അയ്യങ്കാർ ആൻഡ് സൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് 1923 അദ്ദേഹം ഓപ്പൺ ചെയ്തത്. അതാണ് പിന്നീട് TVS ഗ്രൂപ്പായി മാറിയത്. നമ്മളുടെ തിരുവെങ്കുടി സുന്ദരം അയ്യങ്കാർക്ക് 4 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. ആ 4 ആൺമക്കളും അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖലയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അതില് അദ്ദേഹത്തിന്റെ TS സന്താനം എന്ന് പറയുന്ന യങ്ങസ്റ്റ് സൺ ആണ് ഫാദർ ഓഫ് ട്രക്ക് ഫിനാൻസ് ഇൻഡസ്ട്രി ആയി കണക്കാക്കപ്പെടുന്നത്. കാരണം ഈ മേഖലയിൽ സുന്ദരം ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ ഫൗണ്ടർ ഇദ്ദേഹമാണ്. അപ്പൊ TS സന്താനം, ഇദ്ദേഹത്തിന്റെ യങ്ങസ്റ്റ് സണ്ണിനെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ട്രക്ക് ഫിനാൻസ് ഇൻഡസ്ട്രി. ഇന്ന് TVS ഗ്രൂപ്പിന് അവരുടെ ടെക്സ്റ്റൈൽ മേഖലയിലും ഇലക്ട്രോണിക്സ്, ഓട്ടോമോട്ടീവ് എന്നുള്ള എല്ലാ ബിസിനസ് മേഖലകളിലും ചെന്നൈയിലുണ്ട്, മുംബൈയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, സ്പെയിനിലുണ്ട്, UK-യിലുണ്ട്, ഇറാനിലുമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കമ്പനികൾ, TVS ഗ്രൂപ്പിന് കീഴിൽ വരുന്ന കമ്പനികൾ വീൽസ് ഇന്ത്യ, ബ്രേക്കേഴ്സ് ഇന്ത്യ, സുന്ദരം ഫാസ്റ്റ്നേഴ്സ്, TVS ഇൻഫോടെക്, TVS മോട്ടോർ കമ്പനി, ZF ഇലക്ട്രോണിക്സ്, TVS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, സുന്ദരം ഫിനാൻസ്, ട്രക്ക് ഫിനാൻസിങ് ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ടെർബോ എനർജി ലിമിറ്റഡ്, ആക്സൽസ് ഇന്ത്യ, സുന്ദരം ക്ലേറ്റോൺ, ലുക്കാസ് TVS, സുന്ദരം മോട്ടോഴ്സ്, സുന്ദരം ബ്രേക്ക് ലൈനിങ്സ്, TVS ലോജിസ്റ്റിക്സ്, TVS സദേൺ റോഡ്വേസ് ലിമിറ്റഡ്, സുന്ദരം ഹൈഡ്രോളിക്സ് ലിമിറ്റഡ്. അങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്മുടെ TVS ഗ്രൂപ്പിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടംപററി റോൾ മോഡൽസ് ഓഫ് ഫാമിലി ബിസിനസ്സിലെ അടുത്ത ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ആദിത്യ ബിർള ഗ്രൂപ്പ്, ദെൻ കിർലോസ്കർ ഗ്രൂപ്പ്, ഗോദ്രേജ്, റിലയൻസ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സേഠ് ശിവനാരായൺ ബിർളയാണ്. 1857 ഈ ബിർള ഗ്രൂപ്പിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള സ്ഥാപനം നമ്മുടെ ശിവനാരായൺ ബിർള
ഓർഗനൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ട്രേഡ് ചെയ്തിരുന്നത് കോട്ടണിലായിരുന്നു. ഫാമിലി ബിസിനസ് ഗ്രൂപ്പ്, ഏറ്റവും പ്രശസ്തമായ ഒരു ഫാമിലി ബിസിനസ് ഗ്രൂപ്പാണ് ബിർള ഗ്രൂപ്പ്. അവര് കോട്ടണിലായിരുന്നു ട്രേഡിംഗ് നടത്തിയിരുന്നത്. ഏറ്റവും തുടക്കത്തിൽ അഹമ്മദാബാദിൽ മാത്രമാണ് അദ്ദേഹത്തിന് വ്യാപാരം നടത്തിയിരുന്നത്. പിന്നീട് സ്വന്തം മകനായിട്ടുള്ള ബൽദേവ് ദാസ് ബിർളയുടെ കൂടെ ചൈനയിലേക്ക് പോയി. ഈ ട്രേഡിംഗ് നടത്താൻ വേണ്ടി ബൽദേവ് ദാസ് ബിർളയും കൂട്ടി അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. പിന്നീട് അവിടുന്ന് കപ്പലുകൾ ചാർട്ട് ചെയ്തുകൊണ്ട് മുംബൈയിലേക്ക് സ്റ്റോക്ക് അയക്കാനും എല്ലാം തുടങ്ങി. അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലെ ചാർട്ടിംഗ് ഓഫ് ഷിപ്സ് ഒക്കെ തുടങ്ങി. പിന്നീട് ബൽദേവ് ദാസ് ബിർള 2 ഫേമുകൾ ഓർഗനൈസ് ചെയ്തു. ഒരെണ്ണം ബോംബെയിലും ഒരെണ്ണം കൽക്കട്ടയിലും. കാരണം അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി 2 ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തു. ആ സ്ഥാപനങ്ങൾ ഗ്രെയിൻസ്, ധാന്യങ്ങളുടെയും സിൽവർ, കോട്ടൺ, മറ്റ് കമോഡിറ്റീസ് ഇവയുടെ എല്ലാം ഡീലിങ്സ് നടത്തിയിരുന്നു. നമ്മളുടെ ഈ ബൽദേവ് ദാസ് ബിർളയ്ക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരുടെ പേര് എന്ന് പറയുന്നത് ജുഗൽ കിഷോർ, രാമേശ്വർ ദാസ്, ഘനശ്യാം ദാസ് ആൻഡ് ബ്രജ് മോഹൻ. ഈ 4 പേരും ബിസിനസ്സിൽ ആക്റ്റീവ് ആയിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത് നമ്മളുടെ ഘനശ്യാം ദാസ് ആണ്. അദ്ദേഹത്തിനെയാണ് യഥാർത്ഥത്തിൽ ഈ ബിർള ഗ്രൂപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനായി കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ബിർള ജൂട്ട്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ബിറ്റ്സ് പിലാനി, ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് സയൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഇനാഗുറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളായി ഡൈവേഴ്സിഫൈ ചെയ്ത ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് ഘനശ്യാം ദാസ് ആണ്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശം നൽകിയത് നമ്മുടെ ആദിത്യ ബിർളയ്ക്കാണ്. ഈ ആദിത്യ ബിർള അദ്ദേഹത്തിന്റെ മകന്റെ മകൻ, പേരക്കുട്ടി എന്ന് പറയാം, അങ്ങനെ ആ 3rd ജനറേഷനിലേക്ക് ആ ബിസിനസ് വ്യാപിക്കാൻ തുടങ്ങി. ഈ ഘനശ്യാം ദാസിന് 3 ചിൽഡ്രൻ ആയിരുന്നു. ലക്ഷ്മി നിവാസ്, കൃഷ്ണകുമാർ ആൻഡ് ബസന്ത് കുമാർ ബിർള. അതിൽ അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ്സിൽ വർക്ക് ചെയ്തു എങ്കിൽ കൂടിയും നമ്മളുടെ ഘനശ്യാം ദാസ് അദ്ദേഹത്തിന്റെ സക്സസറായി തിരഞ്ഞെടുത്തത് ആദിത്യ വിക്രം ബിർളയെയാണ്. ഈ ആദിത്യ വിക്രം ബിർളയാണ് ബിർള ഗ്രൂപ്പിന്റെ ബിസിനസ്സിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഇൻഡസ്ട്രിയൽ മേഖലയിലും, അഗ്രി ബിസിനസ് ആണെങ്കിലും, ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും, ബാങ്കിങ് ആണെങ്കിലും, മൈനിങ്, റീറ്റെയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ, വിൻഡ് പവർ, ഇ കൊമേഴ്സ്, എല്ലാ സെക്ടറിലും ബിർള ഗ്രൂപ്പിന്റെ പ്രസൻസ് ഇന്നുണ്ട്. അപ്പോൾ ഘനശ്യാം ദാസ് ബിർളയും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ആദിത്യ വിക്രം ബിർളയുമാണ് ബിർള ഗ്രൂപ്പില് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഓൺട്രപ്രണേഴ്സ്. ദെൻ അടുത്ത ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് കിർലോസ്കർ ഗ്രൂപ്പാണ്. കിർലോസ്കർ ഗ്രൂപ്പ് ഫൗണ്ട് ചെയ്തത് ലക്ഷ്മൺ റാവു കിർലോസ്കർ ആണ്. 1911 ഈ കിർലോസ്കർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെയിലായിരുന്നു. അവർ പ്രധാനമായും പമ്പുകൾ, വാട്ടർ പമ്പ് സെറ്റ്സിന്റെ എക്സ്പോർട്ടിങ്ങും അതുപോലെ പ്രൊഡക്ഷനുമാണ് ആ കമ്പനിയുടെ ഡീലിങ്സിൽ ഉണ്ടായിരുന്ന. പമ്പ്സ് ആൻഡ് വാൽവുകളും പമ്പുകളും അവർ ഏകദേശം 70 രാജ്യങ്ങളിലേക്ക് ഈ പമ്പുകളും വാൽവുകളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെഞ്ചേഴ്സ് പുതിയ പുതിയ സെക്ടറുകളിൽ എൻജിൻസിൻ്റെയും മോട്ടോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയും എല്ലാം പ്രൊഡക്ഷൻ പിന്നീട് ഇവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പിന്നെ മൈനോറിറ്റി ഓണർ പ്രൊഡ്യൂസിങ് കാർ, അതായത് ടൊയോട്ട, ഇന്ത്യൻ മാർക്കറ്റിങ്ങിന് ടൊയോട്ട അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ദ വാരിയസ് ബിസിനസ്സസ്, അവര് ഫാമിലി ഇപ്പോഴും ഒരുപാട് ബിസിനസ്സുകൾ സക്സസ്ഫുൾ ആയി ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തുടരുന്നുണ്ട്. അപ്പൊ കിർലോസ്കർ എന്ന് പറയുമ്പോൾ പമ്പ് സെറ്റ്സ് ആൻഡ് വാൽവ്സ് ആണ് പ്രധാനമായും വരുന്നത്. ദെൻ ഗോദ്രേജ് ആണ്. 1867 നമ്മൾ ഗോദ്രേജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 1897 67 അല്ല 97 അർദേശിത് ഗോദ്രേജും ഫിറോസ് ഷാ ഗോദ്രേജും 2 ബ്രദേഴ്സ് ആണ്. അവർ ചേർന്നാണ് 1897 ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ഈ
അദ്രേഷിത് ഗോദ്രേജ് എന്ന് പറയുന്ന ആള് ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവരുടെ പ്രൊഫഷൻ ചെയ്യാനല്ല താല്പര്യമുണ്ടായിരുന്നത്, ബിസിനസ് ചെയ്യാനായിരുന്നു. അപ്പൊ ഏറ്റവും ആദ്യം തുടങ്ങിയത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ബിസിനസ്സാണ്. പക്ഷെ അത് ഫെയിലറായി മാറിയപ്പോഴാണ് പിന്നീട് അവര് താക്കോലുകളിലെ ആ ലോക്കിന്റെ മേഖലയിലേക്ക് കടന്നതും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും. അതിനുശേഷം അവർ റിയൽ എസ്റ്റേറ്റില്, കൺസ്യൂമർ പ്രൊഡക്ട്സില്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അപ്ലയൻസസ്, ഫർണിച്ചർ, സെക്യൂരിറ്റി ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, അങ്ങനെ എല്ലാ മേഖലയിലും ബിസിനസ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റും ഗോദ്രേജ് അഗ്രോവെറ്റ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ട് നമ്മളുടെ ഈ രണ്ട് സഹോദരന്മാർ ചേർന്ന് തുടങ്ങിയ ഗോദ്രേജ് ഗ്രൂപ്പിന് കീഴിൽ. പിന്നെ വരുന്ന ഒരു ഗ്രൂപ്പ് റിലയൻസ് ആണ്. 1966 ധിരുഭായ് എച്ച് അംബാനിയാണ് ഈ റിലയൻസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലായിരുന്നു. അപ്പോൾ ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് RIL എന്നുള്ള ആ പേര് അവര് ഉറപ്പാക്കി ഇൻകോർപ്പറേറ്റ് ചെയ്തത്, സ്ഥാപനം ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1973 മെയ് 8-നാണ്. അപ്പൊ ഈ ധിരുഭായ് അംബാനി വിവിധ ബിസിനസ് മേഖലകളിൽ കൃത്യമായി, അതായത് ടെക്സ്റ്റൈൽ യൂണിറ്റുകളിലും എല്ലാം കൃത്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആഫ്റ്റർ ഹിസ് ഡെത്ത് 2002-ലാണ് ഇദ്ദേഹം മരിച്ചത്. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും, അവർക്കിടയിൽ ഈ ബിസിനസിന്റെ പിന്തുടർച്ചാ അവകാശത്തെക്കുറിച്ച് ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായി. അതായത് കൃത്യമായി ഒരു വില്ല് എഴുതി വെച്ചിരുന്നില്ല. നമ്മുടെ ധിരുഭായ് അംബാനി ഏതൊക്കെ മേഖലകൾ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിൽപത്രമൊന്നും എഴുതി വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ബിസിനസ് ഗവേണൻസിനെ കുറിച്ച് ഒരു കോൺഫ്ലിക്റ്റ്, ചെറിയ രീതിയിലുള്ള ചില ഡിസഗ്രിമെന്റ്സ് ഉണ്ടായി. ആ കലഹത്തിനെ തുടർന്ന് കോകിലാബൻ അംബാനി എന്ത് ചെയ്തു? ഇവരുടെ മൊത്തം ബിസിനസ്സിനെ 2ആയി ഡിവൈഡ് ചെയ്തു. 2 മക്കൾക്കും വേണ്ടി 2 പേർക്കും ബിസിനസ് മേഖലകൾ തരം തിരിച്ചു കൊടുത്തു. അങ്ങനെ തരം തിരിച്ചു കൊടുത്തതിന് ശേഷവും അവർക്കിടയിൽ ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് കലഹങ്ങൾക്ക് ശേഷം 2010 മുതലാണ് മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ഒരുമിച്ച് ചേർന്ന് അവരുടെ ഫാമിലി ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. 2014 ആയപ്പോഴേക്കും 3rd ജനറേഷൻ അംബാനി ഗ്രൂപ്പിലെ 3rd ജനറേഷൻ ബിസിനസ്സിലേക്ക്, ഫാമിലി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. മുകേഷ് അംബാനിയുടെ മക്കളായിട്ടുള്ള ആകാശ് അംബാനിയും ഇഷ അംബാനിയും അവരുടെ ബിസിനസ് മേഖലയിൽ ഓരോ സെക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡയറക്ടേഴ്സ് ആയിരുന്നു ജിയോ ഇൻഫോകോം, നമ്മുടെ ജിയോ എന്ന് പറയുന്ന, അതേപോലെ തന്നെ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ്. ഇതിൻ്റെ 2ന്റെയും ഡയറക്ടേഴ്സ് ആയിട്ട് ആകാശ് അംബാനിയും ഇഷ അംബാനിയും ബിസിനസ് ചുമതലകൾ ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ അനിൽ അംബാനിയുടെ മകനായിട്ടുള്ള ജയ് ആൻമോൾ ജോയിൻഡ് റിലയൻസ് ക്യാപിറ്റൽ. അദ്ദേഹം കൈകാര്യം ചെയ്ത റിലയൻസ് ക്യാപിറ്റലാണ്. അപ്പോൾ കൃത്യമായ ഒരു വിൽപത്രം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫാമിലി ബിസിനസ്സിൽ പഠിച്ചതാണ് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അതായത് പിന്തുടർച്ചാവകാശികൾക്കിടയിൽ കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കലഹമാണ് നമ്മളുടെ അംബാനി ഗ്രൂപ്പിൽ ഉണ്ടായത്, റിലയൻസ് ഗ്രൂപ്പിൽ. പിന്നീട് ഇന്ന് ഏറ്റവും കൂടുതൽ അഭിപ്രായ സമന്വയത്തോടു കൂടി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. 2004 ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ആയിട്ട് ഫോർച്യൂൺ ഗ്ലോബലിന്റെ 500 ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ആ 500 ലിസ്റ്റിൽ ഫോർച്യൂൺ ഗ്ലോബലിന്റെ 500 ലിസ്റ്റിൽ നമ്മളുടെ റിലയൻസ് ഗ്രൂപ്പും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ സക്സസിനുള്ള സാധ്യത പോലെ തന്നെ കോൺഫ്ലിക്റ്റുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫാമിലി ബിസിനസ്സിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാമിലി കോൺഫ്ലിക്റ്റുകളാണ്. ചാലഞ്ചസ് ഓഫ് ഫാമിലി ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ ഫാമിലി ബിസിനസ് കോൺഫ്ലിക്റ്റുകൾ
ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ബിസിനസ്സിന്റെ ഓണേഴ്സും ഫാമിലി മെമ്പേഴ്സാണ്, ബിസിനസ് മാനേജ് ചെയ്യുന്നതും ഫാമിലി മെമ്പേഴ്സാണ്, അതിലെ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. നമ്മളൊരു 3 സിസ്റ്റവും അതിന്റെ റിസൾട്ടായി വരുന്ന 7 സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പലപ്പോഴും അവിടെ ഓവർലാപ്പിംഗ് വരാറുണ്ട്. ഫാമിലിയിലെ നമ്മുടെ മെമ്പേഴ്സിന്റെ റോളും ബിസിനസ്സിലെ മെമ്പേഴ്സിന്റെ റോളും തമ്മിലൊക്കെ പലപ്പോഴും ആശയപരമായും ദെൻ ആ സിബ്ലിങ്സിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ റൈവൽറി ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെ ഇന്റർ ഫാമിലി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ബിസിനസ്സിനെ പലപ്പോഴും അഡ്വേഴ്സ് ആയിട്ടാണ് അഫക്റ്റ് ചെയ്യാറുള്ളത്. കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഡിഫറെന്റ് പ്രയോറിറ്റി ഓഫ് ഡിഫറെന്റ് മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. പല അംഗങ്ങൾക്കും കിട്ടുന്ന പ്രയോറിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ, ഇമോഷണൽ ഇഷ്യൂസ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദെൻ ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈഗോ, ദെൻ മെമ്പേഴ്സിന്റെയും അവരുടെ ഗ്രൂപ്പ് ഫാമിലിയിലുള്ള ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ, ലാക്ക് ഓഫ് പ്രോപ്പർ സക്സഷൻ പ്ലാനിങ്. ഒരാളെ അനന്തരാവകാശിയായി തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ മറ്റൊരു ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ദെൻ അൺഈക്വൽ ആക്സസ് ഓഫ് റിസോഴ്സസ്, പലർക്കും പല രീതിയിലുള്ള അധികാരങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെയുള്ള തുല്യതയില്ലായ്മ. ദെൻ പേഴ്സണൽ ബിസിനസ് ഓഫ് ഫാമിലി മെമ്പർമാർക്കിടയിൽ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ബിസിനസ്സുകൾ, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്യൂ മെമ്പേഴ്സ്, ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന പ്രാധാന്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഫാമിലിയിലെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റുകൾ പ്രധാനമായും വരുന്നത്, ഒന്ന്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അവരുടെ താല്പര്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കലഹം. വർക്ക് ഫാമിലി കോൺഫ്ലിക്റ്റ്, അതായത് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ അവരുടെ വർക്കുകൾക്കിടയിൽ അവരുടെ റോളുകൾക്കിടയിൽ ഓവർലാപ്പിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമൂലം റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. പിന്നെ ടാസ്ക് കോൺഫ്ലിക്റ്റ്, ഇത് ആര് ചെയ്യണം, ആ ജോലി ആര് ചെയ്യണം, ഇത് ആര് ചെയ്യണം. എല്ലാ ഫാമിലി മെമ്പേഴ്സും ബിസിനസ്സിൽ വരുന്നുണ്ടാവും, പക്ഷെ ജോലി ചെയ്യാൻ ചിലപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. ദെൻ പ്രോസസ് കോൺഫ്ലിക്റ്റ്, പലപ്പോഴും അവിടെ നടക്കുന്ന സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ എല്ലാവരുടെയും ഒരു യോജിപ്പുണ്ടോ, ഇല്ലാതെയാണോ തീരുമാനം എടുത്തത്, കോൺസെൻസസ് ഓഫ് ഗ്രൂപ്പ് ആണോ, അതോ സിംഗിൾ മാൻ മേക്കിംഗ് ഡിസിഷൻ ആണോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ കലഹം ഉണ്ടായാൽ അത് ബിസിനസ്സിനെ വിപരീതമായിട്ടാണ് അഫക്റ്റ് ചെയ്യുക. ഗ്രോത്ത് അല്ല ഉണ്ടാവുക, ചാൻസസ് ഓഫ് ലോസ് ആണ് ഉണ്ടാവുക. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പരിഹാരങ്ങളാണുള്ളത്? ഹൗ വി ക്യാൻ മാനേജ് കോൺഫ്ലിക്റ്റ്. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഹയർ വൈസ്ലി. നമ്മൾ ബിസിനസ്സിലേക്ക് ഓരോ പൊസിഷനിലേക്കും ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ബുദ്ധിപരമായി ആളുകളെ തിരഞ്ഞെടുക്കണം. ഒരു മാനേജറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മാനേജിങ് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ആ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം അപ്പോയിന്റ് ചെയ്യുന്നത്. ദെൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. ആളുകൾക്കിടയിൽ വ്യക്തമായ ആശയവിനിമയം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക. അതേപോലെ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ കൃത്യമായ റെസൊല്യൂഷനുകളൊക്കെ, എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാം. മൂന്നാമതായി പറയുന്നത് ഫാമിലി മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. ഈ ബിസിനസ്സിലെല്ലാം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സും മറ്റ് മെമ്പേഴ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയ രീതിയിൽ ഫാമിലി മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് ആ ഓപ്പർച്യൂണിറ്റിയിൽ ഓരോരുത്തർക്കും അവനവൻ്റെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാം. ദെൻ ഷെയർഡ് വിഷൻ, കൃത്യമായി കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുക. ബിസിനസ്സിനെ കുറിച്ചാണെങ്കിലും പുതിയ പോളിസിയെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാം. മെമ്പേഴ്സിൻ്റെ ഇടയിൽ അവരുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും എയിം എന്താണ്, നമ്മുടെ ബിസിനസ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അതെല്ലാം അവരുമായിട്ട് മറ്റ് അംഗങ്ങളുമായിട്ട് പങ്കുവെക്കുക. ദെൻ സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പരിഹരിക്കേണ്ടത്. എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അത് തന്ത്രപരമായി പരിഹരിക്കാം. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഗ്രീവൻസ് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ പ്രോബ്ലവും സോൾവ് ചെയ്യാം. പിന്നെ വരുന്നത് മീഡിയേറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. നമ്മൾക്ക് ബിസിനസ്സിനുള്ളിലുള്ളവർക്ക് തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം ഫാമിലിയിലുള്ളവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഓഫ് മീഡിയേറ്റേഴ്സ്. പരസ്പരം
അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിക്കാൻ തയ്യാറുള്ള നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് മധ്യസ്ഥത വഹിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സിനെ വിളിക്കാം. അപ്പോൾ അവർ എല്ലാ ഗ്രൂപ്പിനും ആ കലഹത്തിലുള്ള രണ്ട് പാർട്ടീസിനും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ സഹായിക്കും. മീഡിയേറ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് മൂന്നാമത് ഒരാൾ, നമ്മൾ ഫാമിലിക്ക് പുറത്തുനിന്നുള്ള ഒരാളെയൊക്കെ അപ്പോയിന്റ് ചെയ്യാം. ദെൻ ലാസ്റ്റിലായിട്ട് എന്താ പറയുന്നത്, ഡിസിഷൻസ് അഡ്വാൻസ് ആയിട്ട് എടുക്കാം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം ഏരിയാസിൽ അങ്ങനെ വരുന്ന ഡിസഗ്രിമെന്റ് ഒഴിവാക്കാൻ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാം. എല്ലാ മെമ്പേഴ്സിൻ്റെയും താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായും മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാം. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, 2 ഫാമിലി മെമ്പേഴ്സ്, അതിലുള്ള വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് മോർ ദാൻ 2 ഫാമിലി മെമ്പേഴ്സ് വിഷ് ടു റൺ ദ കമ്പനി. അതേപോലെ ഹൗ ഷുഡ് ദ ബിസിനസ് ഹയർ ബി ചോസൺ, എങ്ങനെയാണ് നമ്മളുടെ അവകാശിയെ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹൗ ഷുഡ് മെമ്പേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എങ്ങനെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ യങ്ങസ്റ്റ് ജനറേഷനെ എങ്ങനെയാണ് ഫാമിലി ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ടത്. അങ്ങനെ ഏറ്റവും ക്രൂഷ്യലായ മേഖലകൾ. പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെ ഒരു പരിധി വരെ ഫാമിലി ബിസിനസ്സുകളുടെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഫാമിലി ബിസിനസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും എക്കണോമിക് ഗ്രോത്തിലേക്കും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സെക്ടർ ആണെങ്കിൽ കൂടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു റിലയൻസ് ഗ്രൂപ്പിലൊക്കെ അംബാനികൾക്കിടയിൽ ഉണ്ടായ തർക്കമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനിടയുള്ള ഒരു മേഖലയാണ് ഫാമിലി ബിസിനസ്. അങ്ങനെ ഫാമിലി ബിസിനസ്സിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായാൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ച് 7 മെത്തേഡുകളാണ് പറഞ്ഞത്. ആ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ കോൺഫ്ലിക്റ്റുകൾ മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് യൂണിറ്റ് 14 പഠിക്കാനുള്ളത്.